ഓൾ ലുക്ക് ഹിയർ. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഫ്രാക്ഷന്റെ 1.6 സി ആണ്. അപ്പോൾ 1.6 എയും ബിയും നമ്മൾ പഠിച്ച് എന്താണിത്? ഡിവിഷനാണ് അല്ലേ, ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പം അടുത്തത് നിങ്ങളിത് നോട്ട്ബുക്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. രണ്ടുമൂന്നെണ്ണം ഞാൻ കാണിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുക. ഫസ്റ്റ് വൺ നോക്കി, 1/2 ഓഫ് 8. 1/2 ഓഫ് 8. This means the next step you have to write a. ഇതെന്ന് പറഞ്ഞാൽ 1/2 പാർട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 8. ദിസ് ഈസ് ദ, ഇത് ന്യൂമറേറ്റർ ആണ്, ഇത് ഡിനോമിനേറ്റർ ആണ്. അപ്പം ഡിനോമിനേറ്ററിനെ 8 കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. 8 ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇതാ വർക്കിംഗ് കോളം. 2 വെളിയിൽ എഴുതുക, 8 ഉള്ളിൽ എഴുതുക. ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റിന്റെ വെളിയിലാണ് ഈ ഡിനോമിനേറ്റർ വരുന്നത്. ബ്രാക്കറ്റിന്റെ വെളിയിൽ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് വെളിയിൽ വരും, ഏതിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ഉള്ളിൽ വരും. ബ്രാക്കറ്റിന്റെ അകത്ത്, ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. ഈ 2ന്റെ ടേബിളിലേക്ക് 1 into 2 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 4 2s are 8. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, സബ്ട്രാക്ഷൻ അല്ലേ. അപ്പൊ സബ്ട്രാക്ഷൻ സിമ്പിൾ ഇടുക. 8 minus 8 0. So 4 is our answer. Answer is 4. ഇങ്ങനെ നിങ്ങൾ താഴെ താഴെ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1/3 of 18. That means 18 divided by 3. 1/3 of 18 means 18 divided by 3. 18 divided by 3. That is equal to 3 ഇവിടെ എഴുതുക. 3 വെളിയിൽ, ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്, ആൻഡ് 18 ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. 3യുടെ ടേബിളിലേക്ക് 1 into 3 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18. So we write 6 here. 3 into 6, 6 3s are 18. ഇനി എന്താ ചെയ്യണ്ടേ? സബ്ട്രാക്ഷൻ സിമ്പിൾ ഇടുക. 8 minus 8 0, 1 minus 1 0. So the answer is 6. ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അടുത്തത് 1/3 of 21 ആണ്. അതെങ്ങനെ എഴുതും? 21 ടെക്സ്റ്റ് ബുക്കിൽ നോക്കി, പേജ് നമ്പർ 86. 1/3 of 21 എങ്ങനെ എഴുതും? 21 divided by 3. Look at the next question. 9th one. 1/6 of 18. ഇതെങ്ങനെ എഴുതും? 18 divided by 6 equal to. നമ്മൾ വർക്കിംഗ് കോളത്തിൽ പോയി എഴുതുക. 18 inside the bracket and 6 outside the bracket. 6ന്റെ ടേബിളിലേക്ക് 1 into 6 is 2 6 are 12, 3 6 are 18. Write down 3 here. 6 into 3 18 അല്ലേ? എന്റെ കൂടെ തന്നെ എല്ലാവരും ടേബിൾ പറയണം. ഇത് മൈനസ് സിമ്പിൾ. 8 minus 8 0, 1 minus 1 0. So the answer is 3. 10th one നോക്കാം. 1/7 of 14. ഇതെങ്ങനെ എഴുതും? അതായത് that is 14 divided by 7. 7 14. അപ്പം ഏതിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അത് ഇൻസൈഡ് ദ ബ്രാക്കറ്റ്, ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അത് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്. 7ന്റെ ടേബിളിലേക്ക് 1 into 7 7, 2 into 7 14,
2. 14. Subtraction. 4 minus 4. 0. 1 minus 1. 0. Equal to 2. Then quotient. This is remainder. Then 11th one, 1/8 of 40. എങ്ങനെ എഴുതും? 40 divided by 8. 1/8 of 40 എന്ന് പറയുമ്പോൾ 40 divided by 8. That is equal to 8 വെളിയിൽ എഴുതുക, 40 ഉള്ളിൽ എഴുതുക, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. 1 8 is 8, 2 8s are 16. എന്റെ കൂടെ പറ. 3 8s are 24, 4 8s are 32, 5 8s are 40. 40. ഇനി എന്താണ് ഇടുന്നത്? ഡ്രോ എ ലൈൻ, സബ്ട്രാക്ട്. 0 minus 0, 0. 4 minus 4, 0. So the answer is 5. Then last question, 12th one. 1/9 of 63. 1/9 of 63 എന്ന് പറയുന്നത് 63 divided by 9. നെക്സ്റ്റ് ലൈൻ എഴുതുക, 63 divided by 9 equal to 63. 9 വെളിയിൽ എഴുതുക. 9ന്റെ ടേബിളിലേക്ക് 1 9 is 9. എന്റെ കൂടെ ഉറക്കെ പറ. 1 9 is 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63. So 7 here. 63. എന്ത് ചെയ്യണം? സബ്ട്രാക്ട്. 3 minus 3, 0. 6 minus 6, 0. So the answer is 7. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് നോട്ട്ബുക്കിൽ എഴുതാം. ബാക്കിയെല്ലാം നിങ്ങൾ തനിയെ കണ്ടുപിടിക്കുക. ഇത് ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്യാമല്ലോ.